address of the program. Welcome, Father. Next, I'm taking this opportunity to welcome our guest, our beloved Dr. Jose Anthony, sir, Head of the Department of Social Work, SSUS Kaladi. He's an eminent personality who has a lot of experience in social work and an orator too. Welcome, sir. Then, our star of the day, chief guest, Mr. Sangeet Pradap, a senior actor who played an excellent role in Hridayam movie. I'm really happy to welcome you to this function. Welcome. Last but not least, I'm welcoming our beloved Vice Principal, Dr. K.Y. Shaju, and Reverend Father Joy Vatoli, Assistant Professor of our department, who are felicitating our gathering. I'm also blessed to welcome all of you. I welcome all of my colleagues and students, those who have gathered here. Once again, I welcome you all. Thank you. Thank you very much. Thank you. Thank you, sir. Now I request Reverend Father Dr. Wilson Tharayil, CMI, Director of Self-Financing Program, Christ College Autonomous Iringalkuda, to deliver the presidential address. ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ഡോക്ടർ ജോസ് ആൻ്റണി, ഇന്നത്തെ ചീഫ് ഗസ്റ്റ് സംഗീത്, ഡോക്ടർ ജോയ് വട്ടോലി, ഡോക്ടർ ബി.പി. അരവിന്ദ, അതിനേക്കാൾ ഉപരി ഈ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളായിട്ടുള്ള ഷാജു സാറേ, പ്രിയ ക്രൈസ്റ്റിൻ്റെ മക്കളെ, മറ്റ് വിദ്യാലയങ്ങളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന എൻ്റെ കുഞ്ഞനുജന്മാരെ, അനീതിമാരെ, നമ്മളിന്ന് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഇതൊരു സ്റ്റുഡൻസ് മീറ്റാണ്. നിങ്ങൾക്കറിയാം അത്. ഈ 2 ദിവസം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും, വിവിധങ്ങളായിട്ടുള്ള കലാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ളവരും ഈശ്വരദത്തമായിട്ടുള്ള മനുഷ്യ വ്യക്തികളും ഇവിടെ ഒന്നുചേരുമ്പോൾ ഏറ്റവും കൂടുതൽ കൂട്ടുകാരെ നമ്മൾ സമ്പാദിച്ചിട്ട് വേണം നാളെ വൈകിട്ട് ഇവിടെ നിന്നും പോകാൻ. അതായിരിക്കണം നിങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത്. ഒരു കലാലയത്തിൻ്റെ വിദ്യാർത്ഥികൾ മാത്രം കൂട്ടം കൂടിയിരിക്കുകയും അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കുകയും കിടന്നുറങ്ങുകയും ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇന്ന് ഈ ക്രൈസ്റ്റിൻ്റെ മണിമുറ്റത്ത് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കലാലയങ്ങളിലെയും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമായിട്ട് ഒന്നുചേരുകയും ഏറ്റവും കുറഞ്ഞത് അവരുടെ പേരെങ്കിലും ചോദിച്ച് അവരുടെ നാടെങ്കിലും ചോദിച്ചതിന് ശേഷം ഒരു സൗഹൃദ ബന്ധം ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ആ സൗഹൃദ ബന്ധത്തിന് വളരെയധികം വിലപിടിപ്പുണ്ട്. നമ്മുടെ കലാലയത്തേക്കാൾ വ്യത്യസ്തമാണ് മറ്റു കലാലയങ്ങൾ. നമ്മുടെ കലാലയത്തിൻ്റെ പല അച്ചടക്കങ്ങളും പല നിയമബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾക്കും അപ്പുറം വിഷൻ ആൻഡ് മിഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് ആൻഡ് എവരി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടി മനസ്സിലാക്കി ഇവിടെ നിന്ന് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമ്പാദ്യമായിട്ട് അതിനെ കാണുവാൻ സാധിക്കും.
ഇന്ന് നിങ്ങൾ ഒരുമിച്ച് കൂടി പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സോഷ്യൽ വർക്കിലെ ക്രൈസ്റ്റിലെ മക്കളോട് പറയുന്നത് പോലെ വീണ്ടും പറയുകയാണ്. ഈ ഭാരതത്തെ നയിക്കേണ്ടവരാണ് നിങ്ങൾ. ഈ ഭാരതത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് നിങ്ങളുടെ കരങ്ങളിലാണ് എന്ന് സോഷ്യൽ വർക്കിൻ്റെ കുട്ടികളെങ്കിലും മനസ്സിലാക്കണം. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമാണ് നിങ്ങൾ. ആ അവബോധം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇന്നലെ ഇവിടെ റിട്ടയർമെൻറ്റിന് വന്നിട്ടുള്ള ബിഷപ്പ് ആലപ്പാട്ടച്ചൻ പറഞ്ഞ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പഠിക്കുവാനായിട്ട് ചെന്നപ്പോൾ ഫോറിനേഴ്സ് ചോദിച്ചു, വെർ ആർ യു കമ്മിങ് ഫ്രം? അപ്പം അദ്ദേഹം പറഞ്ഞു, ഐ ആം കമ്മിങ് ഫ്രം ഇന്ത്യ. യെസ്, യു ആർ കമ്മിങ് ഫ്രം ഇന്ത്യ. ഗാന്ധിസ് ഇന്ത്യ, മദർ തെരേസ ഇന്ത്യ, വിവേകാനന്ദൻസ് ഇന്ത്യ. യെസ്, വി ആർ അപ്രീഷിയേറ്റിംഗ്. വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഒരു 5-8 വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിൻ്റെ പഠിച്ച കോളേജിലേക്ക് കലാലയത്തിൽ ചെന്നപ്പോഴും അവിടെയുള്ള ഫോറിൻ സ്റ്റുഡൻസ് ചോദിച്ചത്, നിങ്ങൾ എവിടെ നിന്നാണ്? അപ്പോൾ അവർ അഭിമാനത്തോടു കൂടി തന്നെ ഈ പിതാവ് പറഞ്ഞു, ഐ ആം ഫ്രം ഇന്ത്യ. അന്ന് അവർ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, വാട്ട് ഹാപ്പൻസ് ടു ഇന്ത്യ? ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു എന്ന്. മഹത്തായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഒരു വാചകമാണ്, ഞങ്ങൾ പാശ്ചാത്യർ, വെസ്റ്റേണേഴ്സ്, നല്ലൊരു കപ്പലുണ്ടാക്കി. വളരെ മനോഹരമായ കപ്പലാണത്. ഒത്തിരി പേർക്ക് അതിൽ സഞ്ചരിക്കാം. പക്ഷേ അതിന് ദിശ നിയന്ത്രിക്കുന്ന കോമ്പസ് എന്ന് പറയുന്ന ഒരു യന്ത്രം അതിനില്ലായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കപ്പൽ അത്ര മനോഹരമല്ല എങ്കിൽ പോലും, ചെറുതാണെങ്കിൽ പോലും, നമ്മുടെ ദിശ നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് പ്രഗത്ഭരായിട്ടുള്ള, ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഗാന്ധിയും മദർ തെരേസയും വിവേകാനന്ദനും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം നമുക്ക് ദിശ നിയന്ത്രിച്ച് തന്നിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ഈ കലാലയത്തിൻ്റെ ഈ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ദിശ നിയന്ത്രിച്ച് തന്നിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ ചില ഭാഗവാക്കുകളായതുകൊണ്ടാണ് ഇങ്ങനെ സുന്ദരമായി നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. അതിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങളാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, വിവിധ കലാലയങ്ങളിൽ നിന്ന് വന്നവരെ, നിങ്ങളുടെ കലാലയത്തിൻ്റെ വിഷനും മിഷനും എന്തൊക്കെ ഒരുമിച്ച് വെച്ചാലും ഒന്ന് തന്നെയായിരിക്കാം. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഭാരതത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉടലെടുക്കണം. 2 ദിവസമാണെങ്കിൽ പോലും, ചുരുങ്ങിയ നിമിഷങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സുകളിലേക്കും ബുദ്ധിയിലേക്കും ഈ ഭാരതത്തെക്കുറിച്ചുള്ള വേദന, ഭാരതത്തെക്കുറിച്ചുള്ള ചില ജാഗ്രത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ ഒരുമിച്ച് കൂടുക, സന്തോഷിക്കുക, പരസ്പരം പങ്കുവയ്ക്കുക. അതായിരിക്കട്ടെ ഈ 2 ദിവസങ്ങൾ എന്ന ആശംസകളോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, Father. Next, we move on to the lighting ceremony. For that, I welcome Dr. Jose Anthony and all other dignitaries for the lighting the lamp. So, moving on, I would like to invite Dr. Jose Anthony for the inaugural address. Dr. Jose Anthony was the head of the Department
of the Social Work, Sri Shankaracharya University of Sanskrit, Kaladi, for 14 years, and at present he is a professor in the department. Currently, he is a president of the Association of the Schools of Social Work. He has 25 years of postgraduate teaching and training experience in the social work education sector. He has published almost 4 books along with more than 25 research-based articles in various journals and magazines. I welcome you, sir. പ്രിയ ബഹുമാനപ്പെട്ട സൈജിത്ത്, വിൽസൺ അച്ഛ, ജോയ് അച്ഛ, അരവിന്ദ് സർ, ഷാജു സർ, സംഗീത്, റോസ്മേരി, നെയിം ഇസ് ജീന, ഓക്കെ. അതുപോലെ ഇന്നിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ എൻ്റെ പുതിയ തലമുറയിലെ സാമൂഹ്യ പ്രവർത്തക വിദ്യാർത്ഥി കൂട്ടായ്മയിലെ അംഗങ്ങളെ, എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടുകൂടി ഇന്നലെ നമ്മൾ ആഘോഷിച്ച അന്തർദേശീയ സാമൂഹ്യ പ്രവർത്തന ദിനത്തിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേരാനായിട്ട് ഞാൻ ആദ്യം ഈ വേദി എടുക്കുന്നു. കേരളത്തിലെ മുഴുവൻ സാമൂഹ്യ പ്രവർത്തന പഠന സ്ഥാപനങ്ങളുടെ, കോളേജുകളുടെയും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കൂട്ടിയുള്ള ഒരു സംഘടനയാണ് അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ കേരള. നമ്മളുടെ ഈ 2 ദിവസത്തെ മനോഹരമായ ഈ ഒത്തുചേരലിനും ഗൗരവമേറിയ ചിന്തകൾക്കും ആഘോഷമായിട്ടുള്ള മത്സരങ്ങൾക്കുമൊക്കെ ഈ ആസ്കിൻ്റെ, അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്കിൻ്റെ പൂർണ്ണ പിന്തുണയും നിറഞ്ഞ ആശംസകളും ഈ വേദിയിൽ അതിൻ്റെ ഒരു പ്രസിഡൻ്റ് എന്ന നിലയിൽ ക്രൈസ്റ്റ് കോളേജിൻ്റെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിനും കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നൽകാൻ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. സോ വിഷ് all the best to this great celebration you have. Okay. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, കോവിഡിൻ്റെ 2 വർഷക്കാലത്തെ ദീർഘമായ അവധി കഴിഞ്ഞ് മതിൽക്കെട്ടുകൾക്കുള്ളിൽ നിന്നും ചുമരുകൾക്കുള്ളിൽ നിന്നും സുന്ദരമായ ഈ വിഹായസിലേക്ക് ചിറക് വെച്ച് പറക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പൂമ്പാറ്റകൾക്ക് തീർച്ചയായിട്ടും ഈ 2 ദിവസത്തെ മനോഹരമായിട്ടുള്ള ആട്ടവും പാട്ടവും ആഘോഷവും ഈ പറയുന്ന നിങ്ങളുടെ കളികൾക്കുമെല്ലാം സുന്ദരമായൊരു തുടക്കമാണ് ക്രൈസ്റ്റിലെ കൂട്ടുകാർ നിങ്ങൾക്ക് ഒരു ഫ്ലാഷ് മോബിലൂടെ ഇതിൻ്റെ പുറത്തും ഇതിൻ്റെ അകത്തുമൊക്കെ ആയിട്ട് ഒരുക്കിയത്. ക്രൈസ്റ്റിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും, പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിലെ MSW, BSW 2 വിഭാഗങ്ങളിലും 5 ബാച്ചുകളിലായിട്ട് ഇവിടെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എ ബിഗ് ഹായ് യോ ടു എവ്രി വൺ. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു യു ക്യാൻ ഗിവ് എ ബിഗ് അപ്ലൗസ് ടു ദം. കാരണം നമ്മളൊരു നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെ ഗുരുതരമായ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് 18-ലെ പ്രളയവും 19-ലെ പ്രളയവും 20-ൻ്റെ തുടക്കം മുതൽ 22-ൻ്റെ ആരംഭം വരെ നമ്മൾ അനുഭവിച്ച കൊറോണയുടെ ഗുരുതരമായ ആഘാതങ്ങളും ഒക്കെ അതിജീവിച്ച് ഒരുപക്ഷെ വീടിൻ്റെ ഉള്ളിൽ ഒരു മൊബൈലിൻ്റെയോ ഒരു കമ്പ്യൂട്ടറിൻ്റെയോ മുൻപിൽ തളയ്ക്കപ്പെട്ടിട്ടുള്ള കൗമാരത്തിൻ്റെ ആർദ്രത മുഴുവനും മാറ്റിവെച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നിങ്ങൾ ഈ 2 ദിവസങ്ങൾ ഈ ക്യാമ്പസിൻ്റെ സുന്ദരമായ ഭൂമികയിൽ യൗവനത്തിൻ്റെ നിറഞ്ഞ പ്രസരിപ്പോടെ ആർത്ത് ഉല്ലസിക്കാനും നിങ്ങളുടെ കഴിവുകൾ മാറ്റുരയ്ക്കാനും ഒക്കെയായി ഒന്നിച്ചുകൂടുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഈ മനോഹരമായ കൂട്ടായ്മയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മത്സരങ്ങൾക്കൊക്കെ നല്ല ആശംസകൾ പറഞ്ഞുകൊണ്ട് തുടക്കത്തിലെ നിങ്ങളുടെ ഈ സ്റ്റുഡൻസ് മീറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഇവിടെയുള്ള ജോയച്ചൻ്റെയും വൈസ് പ്രിൻസിപ്പളിൻ്റെയും ഡീനിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ അധ്യാപകരുടെയും മുഴുവൻ വിദ്യാർത്ഥി കൂട്ടായ്മയുടെയും അനുവാദത്തോടെ അനുഗ്രഹാശസ്സുകളോടെ ഈ 2 ദിവസങ്ങളിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ നമ്മൾ ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു. നമ്മൾ ഈ 2 ദിവസങ്ങൾ തീർച്ചയായിട്ടും
പല വേദികളിൽ നിങ്ങൾ നൃത്തം ചെയ്തും അഭിനയിച്ചും പ്രസംഗിച്ചും പാടിയും ഒക്കെ നിങ്ങളുടെ കഴിവുകൾ, സർഗാത്മകമായിട്ടുള്ള നിങ്ങളുടെ സിദ്ധികൾ ഇവിടെ പ്രകടിപ്പിക്കാനും മറ്റുരയ്ക്കാനും തുടങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യം, എൻ്റെ പഠനം, ഞാൻ PhD ചെയ്തത്, എൻ്റെ ഗവേഷണ വിഷയം ക്രിയേറ്റിവിറ്റി ആയിരുന്നു. കേരളത്തിലെ സർഗാത്മക അല്ലെങ്കിൽ കൗമാരം കടന്നു പോകുന്ന +1 +2 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ സർഗാത്മകതയെക്കുറിച്ചുള്ള ഒരു ഗവേഷണമാണ് ഞാൻ ചെയ്തത്. ആ ഗവേഷണം എന്നോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൻ്റെ കൗമാരം ഒരുപാട് സർഗാത്മകമാണ്. അതിൻ്റെ ഒരു വലിയ തെളിവെന്നോണമാണ് ഒരു പക്ഷേ സംഗീതം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ ഈ തരത്തിൽ കേരളത്തിൻ്റെ സർഗാത്മക ലോകം നമ്മൾ നോക്കി കാണുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ മുഴുവനും നമ്മളൊരു പക്ഷേ ക്രിക്കറ്റിൽ ഒരു സുനിൽ ഗവാസ്കറും ഒരു രവിശാസ്ത്രിയും മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കപിൽ ദേവും മാത്രമാണ് പറയപ്പെട്ടിരുന്ന നാമങ്ങളെങ്കിൽ, മലയാളത്തിലെ സിനിമാ വേദിയിൽ ഒരുപക്ഷെ ഒരു പ്രേം നസീറും ഷീലയും ജയഭാരതിയും പിന്നീട് ഒരു മമ്മൂട്ടിയും മോഹൻലാലും മാത്രമാണ് അങ്ങനെ നിറഞ്ഞു നിന്നിരുന്ന കഥാപാത്രങ്ങളെങ്കിൽ, ഇന്ന് ഒരാഴ്ചയിൽ ഒരു സിനിമയെന്നോണം ഇറങ്ങുകയും അതിലൊക്കെ കഴിവുള്ള ഒരുപാട് പുതിയ നായകന്മാരും നായികമാരും അഭിനേതാക്കളും ഒക്കെ രൂപം കൊള്ളുകയും ചെയ്യുന്ന, വളരെയേറെ സർഗാത്മകതയുടെ തീക്ഷ്ണത കൊണ്ട് തുളുമ്പി നിൽക്കുന്ന ഒരു കേരളത്തിൻ്റെ മണ്ണിനെ, മലയാളത്തിൻ്റെ സർഗാത്മക ലോകത്തെ നമുക്ക് നോക്കിക്കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ പങ്കാളികളാണ് നിങ്ങൾ, അതിൻ്റെ വക്താക്കളാണ് നിങ്ങൾ, അതിനെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ സുന്ദരമായി പ്രകടിപ്പിക്കുന്നവരാണ് നിങ്ങൾ. ഇന്നലെ എൻ്റെ ക്യാമ്പസിൽ ഞങ്ങൾ ഇൻ്റർനാഷണൽ സോഷ്യൽ വർക്ക് ഡേ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ വിമൻസ് ഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് തയ്യാറാക്കിയ ഒരു സ്ട്രീറ്റ് പ്ലേ ചെയ്തിരുന്നു. ആ സ്ട്രീറ്റ് പ്ലേയിൽ അതിൻ്റെ തുടക്കത്തിൽ ആ വിദ്യാർത്ഥികൾ തന്നെ അവർ തന്നെ എഴുതി, അവർ തന്നെ ഡയറക്റ്റ് ചെയ്ത് അവർ തന്നെ അവതരിപ്പിക്കുന്നതാണ് ഇതെല്ലാം. അവരങ്ങനെ ഒരുക്കിയ സ്ട്രീറ്റ് പ്ലേയുടെ തുടക്കത്തിൽ ഏകദേശം 7 മിനിറ്റ് ദൈർഘ്യത്തിൽ അവർ മലയാളിയായ ഒരു പെൺകുട്ടിയുടെ, ഒരു സ്ത്രീയുടെ, ഒരു ബാലികയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് മുഴുവനും സുന്ദരമായൊരു റാപ്പായിട്ട് അവർ അവതരിപ്പിച്ചപ്പോൾ ഇറ്റ്സ് വണ്ടർഫുൾ, ഗ്രേറ്റ് ടു ലിസൺ ടു ദം. ഓരോ വേദികളിലൂടെ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ആവേശം തോന്നിയിട്ടുണ്ട്, ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. നമ്മുടെ പുതിയ തലമുറ എങ്ങനെയാണ് സാമൂഹ്യ പ്രതിഭാസങ്ങളെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങളെയും പരിപരുത്ത ചുറ്റുപാടുകളെയും ഒക്കെ സർഗാത്മകമായി നോക്കിക്കാണുന്നതെന്നും അതിനെ പുനരവതരിപ്പിക്കുന്നതെന്നും ഒക്കെ കാണുമ്പോൾ, പാട്ടിലൂടെ, നൃത്തത്തിലൂടെ, അഭിനയത്തിലൂടെ, സ്കിറ്റുകളിലൂടെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്ട്രീറ്റ് പ്ലേയിലൂടെ, സ്റ്റേജിലെ നാടകങ്ങളിലൂടെ, ചെറിയ ചെറിയ പ്രസന്റേഷനുകളിലൂടെയൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ സർഗാത്മകതയെ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെ അതിജീവിക്കാനും നേരിടാനുമുള്ള കഴിവുകളായി പരിവർത്തനം ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് മുമ്പേ യാത്ര ചെയ്ത തലമുറ നിങ്ങളെ നോക്കിക്കാണുകയാണ്. കാരണം സുന്ദരമായ മണിയൊച്ചകൾ കേൾക്കുന്നു. അതൊരിക്കലും സെമിത്തേരിയിലേക്കുള്ള യാത്രയുടെ മണിയൊച്ചകളല്ല, മറിച്ച് ഒരു പ്രഭാതത്തെ തുറന്നുവിടാനുള്ള മണിയൊച്ചകളാണ്. Bells are ringing, not of the dawn to the graves, but they are of a dawn. സുന്ദരമായൊരു പ്രഭാതം, അത് ഞങ്ങൾ സ്വപ്നം കാണുകയാണ് നിങ്ങളിൽ. കാരണം നിങ്ങളുടെ സർഗശേഷിയും നിങ്ങളുടെ സർഗചേതനയുമാണ് അടുത്ത കാലത്തെ സുന്ദരമാക്കാനുള്ളത്. ഈ ക്യാമ്പസിനുള്ളിൽ ഈ 2 ദിവസങ്ങൾ നിങ്ങളിവിടെ ഒന്നിച്ചുകൂടി ആഘോഷിച്ച് തിമിർക്കുമ്പോൾ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ സർഗചേതനയുടെ ഊർജത്തെ അതുപോലെ തന്നെ അതുപോലെ ഉണർത്തിയെടുത്ത് അതിനെ സുന്ദരമായി പ്രവഹിക്കാൻ അനുവദിക്കുക. അത് പുറത്തു വരട്ടെ, ഈ ലോകം അറിയട്ടെ, ഇങ്ങനെ ഒരു തലമുറ ഇവിടെയുണ്ട്. വരും കാലത്തിൻ്റെ പ്രതിബന്ധങ്ങളെ, പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് കെൽപ്പും ശേഷിയുമുള്ള, ചിന്തയുള്ള, സർഗാത്മകതയുള്ള, അതിനെ നേരിടാൻ കെൽപ്പുള്ള, മറ്റുള്ളവരെ അതിനൊരുക്കാൻ കഴിയുന്ന, ബലപ്പെടുത്താൻ കഴിയുന്ന ഒരു തലമുറ ഇവിടെയുണ്ട് എന്ന് നിങ്ങളിലൂടെ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. മെറ്റനോയ എന്ന് പറയുന്ന സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് മെറ്റനോയയെ കൊണ്ടുവരാൻ കഴിയുക?
സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ ജീവിക്കുന്ന ചുറ്റുപാടുകൾ കൊണ്ടോ ഒരിക്കൽ എത്തിപ്പെട്ടു പോയ ഒരു ക്രൈമിൻ്റെ അല്ലെങ്കിൽ ഒരു കുറ്റത്തിൻ്റെ മുൻപിൽ കുറ്റവാളികളായി മുദ്ര ചാർത്തപ്പെട്ട് നിൽക്കുന്ന ഒരു തലമുറയോട് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിൽ ജീവിക്കാതെ തിരിച്ചു വന്ന് ഈ സമൂഹത്തിന് സാക്ഷ്യമാകുന്ന തരത്തിൽ, ഈ സമൂഹത്തിൻ്റെ പൊതുബോധത്തെ നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിക്കണം, സ്വയം പരിവർത്തനത്തിന് വിധേയരാക്കുക എന്നുള്ളതാണ് മെറ്റനോയിയുടെ ഫിലോസഫി. മാറണം, കുറ്റവാളികളിൽ നിന്ന് സമൂഹത്തെ നയിക്കാൻ കെൽപ്പുള്ളവരിലേക്ക്. അങ്ങനെ മാറ്റിയെടുത്തിട്ടുള്ള ഒരുപാട് പേരുടെ ചരിത്രമുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും അധികം കുപ്രസിദ്ധനായി അറിയപ്പെട്ടിരുന്ന ചാൾസ് ശോഭരാജ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അവനെ ഒരു സോസിയോപാത്ത് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവൻ തീഹാർ ജയിലിൽ പല കൊലപാതകങ്ങൾക്ക് പിടിക്കപ്പെട്ട് തീഹാർ ജയിലിൽ കിടക്കുമ്പോൾ അന്ന് അവൻ്റെ ജീവിതത്തെ ഗിറ്റാറിൽ അവൻ ഉയർത്തുന്ന സംഗീതം കൊണ്ട് അവൻ്റെ ജീവിതത്തെയും അവൻ്റെ കൂടെയുണ്ടായിരുന്ന നൂറുകണക്കിന് കുറ്റവാളികളുടെയും ജീവിതത്തെ പരിവർത്തനം ചെയ്തതിൻ്റെ ചരിത്രം ഭാരതത്തിൻ്റെ കഥകളിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലുണ്ട്. സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ സിദ്ധിയാണത്, സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ സാധ്യതയാണത്. അപ്പം അതുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനം പഠിക്കുകയും സമൂഹത്തെ നോക്കിക്കാണുകയും സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് സ്വയം മനീഷ കൊണ്ടും ചിന്ത കൊണ്ടും ഇറങ്ങി വരികയും അതിന് കാലോചിതമായിട്ടുള്ള പരിഹാര മാർഗങ്ങളെ ഉണ്ടാക്കിയെടുത്ത് അത് നടപ്പിലാക്കി ഞങ്ങൾക്കതിനെ പരിഹരിക്കാൻ കഴിയുമെന്ന് ഈ ലോകത്തോട് തെളിയിക്കാൻ വേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദവുമൊക്കെ നേടി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പുതിയ തലമുറയെ നോക്കിക്കൊണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ, ഒരുപാട് സ്വപ്നങ്ങളോടെ ഈ 2 ദിവസം സാറസ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിളംബരം ചെയ്യുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, നിങ്ങളുടെ തലയിൽ നിന്ന് നിങ്ങൾ ഈ ലോകത്തോട്, കാലഘട്ടത്തോട്, സമൂഹത്തോട്, സമകാലീനതയോട്, ഈ പ്രശ്നങ്ങളോട്, ചരിത്രത്തോട് ഒക്കെ നിങ്ങൾ വിളംബരം ചെയ്യുകയാണ്. ഞങ്ങളുണ്ട് ഈ കാലഘട്ടത്തെ, ഈ സമൂഹത്തെ ചേർത്ത് പിടിക്കാനും ഏറ്റെടുക്കണം നിങ്ങൾ. കാരണം ഇന്നലെകളുടെ ഒരുപക്ഷെ സങ്കടപ്പെടുത്തുന്നതും നൊമ്പരപ്പെടുത്തുന്നതുമായിട്ടുള്ള അനുഭവങ്ങളിൽ കാലുറപ്പിച്ച് നിന്നുകൊണ്ട് ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കണ്ണും കാതും തുറന്ന് കണ്ട് അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് തലച്ചോറിൻ്റെ ചിന്തകളിലേക്ക് ആവഹിച്ചെടുത്ത് നാളേക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പന്ഥാവുകളെ നിങ്ങൾ വെട്ടിത്തുറക്കുമ്പോൾ നിങ്ങളാണ് ഇന്നലെകളെയും നാളെയെയും ബന്ധിപ്പിക്കുന്ന ഇന്നിൻ്റെ കണ്ണികളാകുന്ന നിങ്ങൾ ഒരു ക്യാമ്പസിനുള്ളിൽ ജ്വലിച്ചുയരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷയോടെയും സ്വപ്നങ്ങളോടെയും നിങ്ങളെ നോക്കുന്നു. ഒരു കാലഘട്ടത്തെ, അതിൻ്റെ ചരിത്രത്തെ നിർവചിക്കാനും സൃഷ്ടിക്കാനും കഴിവുള്ള ഒരു പുതിയ തലമുറ, അതാണ് ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു തലമുറയെ നിങ്ങൾ വളരെ ആവേശത്തോടുകൂടി കണ്ടുകൊണ്ട് ഈ 2 ദിവസം നിങ്ങൾക്ക് കളിക്കാനും ചിരിക്കാനും ഇവിടെ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും മാത്രമല്ല ഒരുപാട് സൗഹൃദങ്ങളെ ഉണ്ടാക്കാൻ, ഒരുപാട് അനുഭവങ്ങളെ നേടിയെടുക്കാൻ, അവയുടെ കരുത്തിൽ ഒരുപാട് ദൂരം പറക്കാൻ, ശലഭങ്ങളെപ്പോലെ, പറവകളെപ്പോലെ കൂട്ടിൽ നിന്നും പ്യൂപ്പയിൽ നിന്നും പുറത്തിറങ്ങി വർണ്ണാഭമായി ലോകത്ത് വർണ്ണച്ചിറകുകളോടുകൂടി പൂത്തുമ്പുകിലെ പോലെ പാറിപ്പറക്കാനും മറ്റുള്ളവയുടെ ഇരപിടിക്കാനുള്ള കെണികളിൽ പെട്ടുപോകാതിരിക്കാനും ഒക്കെയുള്ള നിങ്ങളുടെ സിദ്ധിയും നിങ്ങളുടെ പ്രാപ്തിയും അതാണ് വരും തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ കഴിവുകൾ. അതിന് നിങ്ങൾക്കൊക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുന്ദരമായി വേദിയൊരുക്കിയ ക്രൈസ്റ്റ് കോളേജിൻ്റെ സോഷ്യൽ വർക്ക് വിഭാഗത്തിലെ മുഴുവൻ അധ്യാപകരെയും എൻ്റെ പുതുതലമുറയിലെ മുഴുവൻ കൂട്ടുകാരെയും നിറഞ്ഞ മനസ്സോടെ അഭിനന്ദിച്ചുകൊണ്ട് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ചരിത്രം പേറുന്ന ഈ സുന്ദരമായിട്ടുള്ള ക്യാമ്പസിൽ ഇതുപോലെ ഒരു അവസരം അവർക്ക് ഒരുക്കി നൽകുന്ന ക്രൈസ്റ്റിൻ്റെ മാനേജ്മെൻറ്റിനെ വല്ലാതെ അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ 2 ദിവസം നിങ്ങൾ തിമിർത്താഘോഷിക്കുമ്പോൾ, ആടിത്തിമിർക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ തീജ്വാലകൾ അതുപോലെ തന്നെ ജ്വലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് പ്രതീക്ഷയോടെ, ഒരുപാട് സ്വപ്നങ്ങളോടെ. താങ്ക് യു. Thank you, sir, for your valuable words. I am profusely overjoyed to take the opportunity to introduce our chief guest, Mr. Sangeet Pradap, sign artist, to this startlingly beautiful evening. He is an actor and editor and well known for the film Hridayam, Patrosinte Padappugal and Pudhiya.
Thus, without wasting any time, I would like to call upon Mr. Sangeet Pradap to share some words with us. ഹായ്, ഹലോ ഞാനിങ്ങോട്ട് വരുന്ന കാര്യം വൈശാഖേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ ചോദിക്കായിരുന്നു. എവിടെ നിന്നിട്ടും ശരിയാവുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന കാര്യം വൈശാഖേട്ടൻ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം ചോദിക്കായിരുന്നു, എന്നെയൊക്കെ ആർക്കെങ്കിലും മനസ്സിലാവൂ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വന്നേ. ഓക്കെ, അപ്പോൾ ഞാനും ഫ്രണ്ടും കൂടെ വന്നത്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു, അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ആൾക്കാരൊക്കെ ഏതാണ് ഇവൻ എന്ന് പറഞ്ഞ് ഞാൻ കയറി വരുമ്പോഴേക്കും നോക്കോ എന്നുള്ള ടെൻഷനോടുകൂടിയാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഒരു കുട്ടി പായസമൊക്കെ കൊണ്ടുവന്ന് തന്നു, കൊള്ളായിരുന്നു. അപ്പോൾ ആളെ മനസ്സിലായി. അത് കഴിഞ്ഞ് അപ്പുറത്തൊരു ഹോളിലേക്ക് മാറ്റി ഇരുത്തി. ഹോളിലിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു ചേട്ടൻ വന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് വേഗം ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു. അപ്പം തന്നെ മനസ്സിലായി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു നമ്മളെ സഹായിക്കാൻ വന്നിരുന്ന ഒരു കുട്ടിയൊക്കെ പറഞ്ഞു, അല്ല ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല, അതുകൊണ്ടാണ്. എവിടെ ആ ചേട്ടൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഇറങ്ങി പോകാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് പരിപാടി. പിന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും ഭയങ്കര പണിയാണ്. ബോറടിച്ച് ഈ പ്രസംഗമൊക്കെ കേട്ടിരിക്കുക എന്ന് പറയുന്നത് കഠിനമാണ്, എനിക്കറിയാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് അത് ഇവിടെ ഇരുന്നിട്ട് അത് കാണുന്നത്. ഓരോരുത്തരുടെയും റിയാക്ഷൻ എല്ലാവരും ഇങ്ങനെ, നമ്മൾ ഈ സിനിമയിലൊക്കെ ചെറിയ റിയാക്ഷനായിട്ട് കണ്ടിട്ടുണ്ട്. കുറേ പേരിങ്ങനെ വീശണ്, കുറേ പേരിങ്ങനെ ആ അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കുന്നില്ല. അപ്പോൾ ഞാൻ 9th പഠിക്കുമ്പോഴാണ് ആദ്യം ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം. അത് പുതിയ മുഖമായിരുന്നു. അപ്പോൾ പുതിയ മുഖം ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന് അറിഞ്ഞു. അപ്പോൾ കോളേജ് ഇന്നലെ ഞാൻ വെറുതെ ഇരുന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ കോളേജിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. അപ്പോൾ ഇന്നലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ഒരു ഫ്ലാഷ് മോബൊക്കെ കണ്ട്. അപ്പോൾ വൻ എനർജി പരിപാടിയാണ് മൊത്തം കോളേജിൽ നിന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ വന്നപ്പോഴും അടിപൊളി ഫ്ലാഷ് മോബൊക്കെ ഉണ്ടായി, രസമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെന്താ പറയുക, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്പേസിലെത്തും എന്നൊന്നും വിചാരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ സിനിമയിൽ നിൽക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു സ്റ്റേജിലേക്ക് ചീഫ് ഗസ്റ്റായിട്ടൊക്കെ എത്തുമെന്നൊന്നും വിചാരിച്ചില്ല. കാരണം ചെറുപ്പം തുടങ്ങി നമ്മുടെ ശരീരം വെച്ചിട്ടൊക്കെ ഭയങ്കര ബോഡി ഷെയ്മിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഡാർക്കായിട്ടൊന്നും പറയല്ല കേട്ടോ. വീട്ടിലെ അമ്മയൊക്കെ തന്നെ ആയിരിക്കും പറയുന്നത്, മറ്റേടാ തടിയില്ലാത്തവരും നിന്നെ പെമ്പിള്ളേരൊന്നും നോക്കൂല, തടിയില്ലാത്തവരും പെമ്പിള്ളേർ, ഇത് സ്ഥിരമായിട്ട് കേൾക്കുമായിരുന്നു. അപ്പോൾ പക്ഷേ ഹൃദയത്തിലേക്ക് ഞാൻ എത്താൻ കാരണവും ഇതേ കാരണമൊക്കെ തന്നെ. കാരണം വിനീതേട്ടൻ അധികം തടിയൊന്നും ഇല്ലാത്ത ആ ക്യാരക്ടറിനെ പറ്റിയ ഒരാളെ നോക്കിയപ്പോഴാണ് വിനീതേട്ടനോടുള്ള പരിചയം കാരണം അങ്ങനെ ആ തടിയില്ലാത്ത ഒരാളെ നോക്കിയിട്ട് ആ തടിയില്ലാത്തത് കൊണ്ടാണ് എനിക്ക് കിട്ടിയത് ക്യാരക്ടർ. അപ്പോൾ നിങ്ങളൊക്കെ ആണെങ്കിലും പല സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റണ പരിപാടിയാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. ഞാനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താഗ്രഹവും എന്ത് പരിപാടിയും നിങ്ങളെക്കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇപ്പോഴും ഉറങ്ങാണെന്ന് തോന്നുന്നു കുറേ പേര്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എന്താ പറയുക, ആഗ്രഹങ്ങളുടെയൊക്കെ പുറകെ പോവുക, അടിപൊളിയായിട്ട് ജീവിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു പുതിയ പടം വർക്ക് ചെയ്യുന്നുണ്ട്. അത് മറ്റന്നാൾ റിലീസാണ്. പത്രോസിൻ്റെ പടപ്പുകൾ എന്നാണ് അതിൻ്റെ പേര്. അതിൽ ഞാൻ എഡിറ്ററും ക്രിയേറ്റീവ് ഡയറക്ടറുമാണ്. പിന്നെ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാറ്റസ്. അപ്പോൾ എല്ലാവരും താങ്ക് യു, എന്നെ വിളിച്ചതിൽ താങ്ക് യു. ഇൻട്രാക്റ്റീവ് സെക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ ഹൃദയം എന്നൊരു ഫീൽ ഗുഡ് മൂവിയിലെ ഒരു സപ്പോർട്ടിംഗ് ആക്ടറിനെയാണ് നമുക്ക് ഇന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ ഹൃദയ മൂവി മാത്രമല്ല സൂപ്പർ ശരണി അങ്ങനെ ഒട്ടുമിക്ക സിനിമകളിലൊക്കെ നല്ലൊരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് സാറിനോട് കുറച്ച് ക്വയറീസ് നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പം ആ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഹൃദയം സിനിമ ആ ഒരു സെറ്റിലെ ഞങ്ങൾക്ക് മെയിനായിട്ട് അറിയേണ്ടത് പ്രണവ് മോഹൻലാൽ സാറുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒരു എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് പറയുമോ? പ്രണവ് അടിപൊളിയാണ്. കാരണം ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ ആൾ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ. അപ്പോൾ പ്രണവായിട്ട് ആദ്യം മുതലേ ഞങ്ങൾക്കൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പിൽ നമ്മൾ ആദ്യത്തെ 3 ദിവസം തന്നെ എല്ലാവരും കമ്പനിയായി. പിന്നെ സെറ്റിലേക്ക് എത്തുന്ന സമയത്ത് ഞങ്ങൾ ആക്ച്വലി പ്രണവായിട്ട് ടോട്ടലി ത്രൂ ഔട്ട് എല്ലാ സീനുകളിലും ഓപ്പോസിറ്റ് എന്താ പറയുക വില്ലൻ പരിപാടിയിൽ നിൽക്കുന്ന ഞങ്ങളുടെ ഒരു 2-3 ഗ്യാങ് മാത്രമായിരുന്നു ഓപ്പോസിറ്റ് ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഫുള്ള് ഇടി ബഹളം കുത്തിനൊടിക്കുക ഒച്ചപ്പാട് ഉണ്ടാക്കുക അങ്ങനത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ പ്രണവ് ഭയങ്കര കംഫർട്ടബിളായിരുന്നു. നമ്മളെ കംഫർട്ടബിൾ ആക്കാനും നമ്മൾക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാനും ഒക്കെ ഭയങ്കര ഈസി ആയിരുന്നു. ആദ്യത്തെ സീൻ തന്നെ പ്രണവിനെ മറ്റേ ഹോസ്റ്റൽ റൂമിലിട്ട് ചവിട്ടി കൂട്ടുന്ന സീനായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടിക്കുന്നവർക്കാണ് പാട്, മറ്റേ ഇടി കൊള്ളുന്നവരൊക്കെയാണ്. പിറ്റേ ദിവസം ഇപ്പം ഞാൻ ക്ഷീണിച്ചാണ് ഇറങ്ങിയത്. പ്രണവ് നോർമലി പിറ്റേ ദിവസം ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. അതാണ്. എന്താടാ തൊളിക്കണേ നീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലിപ്പ് ഏറ്റവും വൈറലായിട്ടും ഉള്ള ഒരു ക്ലിപ്പാണ്. ആ ഒരു ക്ലിപ്പ് ആക്ച്വലി എത്ര ടേക്ക് എടുത്തിട്ടാണ് ആ ഒരു സീൻ കംപ്ലീറ്റ് ചെയ്തത്? കുറേ അതൊക്കെ ഒരു 1-2 ടേക്കൊക്കെ അതിൻ്റെ തന്നെ പല ആംഗിൾസ് ഉണ്ടായി. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. ആ സമയത്തായപ്പോഴേക്കും ഇടിച്ചിടിച്ച് ശീലമായിട്ടുണ്ടായി. ഇടി കൊള്ളാൻ പ്രണവിനും ഇടിക്കാൻ എനിക്കൊക്കെ ശീലമായിട്ടുണ്ടായി. അതുകൊണ്ട് ടേക്കൊന്നും അധികം പോയില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു പേഴ്സണലായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കോളേജ് ലൈഫിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ? അതായത് റാഗിങ് സീൻസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ഞാൻ കോളേജിൽ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചൊരു കോളേജ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ കോളേജ് ടോട്ടൽ കോളേജ് തന്നെ ഈ സ്റ്റേജിൻ്റെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അനിമേഷനായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മറ്റേ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് എഡിറ്റർ ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ഉള്ള ഒരു ലൈഫൊക്കെ ആയിരുന്നു. അപ്പോൾ സ്കൂളിൽ ഇടി ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കൂളിലൊക്കെ വെച്ചിട്ട് അപ്പോഴും ഇടി കിട്ടിയിട്ടുള്ളൂ, കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. വിനീത് ശ്രീനിവാസൻ പോലെയുള്ള ആ ഒരു ഡയറക്ടറിൻ്റെ ഒപ്പീനിയൻ എന്താണ്? ആസ് എ ഡയറക്ടർ വിനീത് ശ്രീനിവാസനെ കുറിച്ച് സാർ? വിനീതേട്ടൻ അടിപൊളിയാണ്. എല്ലാവരെയും പറ്റി അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വിനീതേട്ടൻ ഈ പറഞ്ഞ പോലെ ഞാൻ 3 സ്റ്റേജിലും വിനീതേട്ടനെ കണ്ടിട്ടുണ്ട്. പ്രൊഡ്യൂസറായിട്ട് കണ്ടിട്ടുണ്ട് ഹെലനിൽ, ആക്ടറായിട്ട് തണ്ണീർമത്തലിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരുമിച്ച് തൊട്ടടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്, പിന്നെ ഡയറക്ടറായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആള് ഭയങ്കര സ്നേഹമാണ് എല്ലാവരുടെ അടുത്തും. നമ്മളെ ഭയങ്കര അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്ത് ഒരു ആക്ടറൊക്കെ ഞാനൊക്കെ പ്രത്യേകിച്ച് വിറച്ചാണ് നമ്മൾ അഭിനയിക്കാൻ നിൽക്കണം. അപ്പോൾ പുള്ളിയുടെ സെറ്റിൽ എനിക്ക് കിട്ടിയ കംഫർട്ടായിരുന്നു ഏറ്റവും അടിപൊളി. പിന്നെ ഞാൻ അതിനുശേഷം അഭിനയിച്ച 2 പടങ്ങളിലും ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് വളരെ അടുത്ത ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അവരുടെ കൂടെ എങ്ങനെയായിരുന്നോ, അതായത് ഗിരീഷ് ചേട്ടൻ തണ്ണീർമത്തൻ ടീമിൻ്റെ, അതും പിന്നെ ഡിനോയ് പൗലോസ് മറ്റേ തണ്ണീർമത്തനിലെ താറാവ് ആ ചേട്ടൻ. അപ്പോൾ ഇവരുടെ 2പേരുടെ സിനിമകളിൽ ഞാൻ എന്ത് കംഫർട്ടിലാണോ നിന്നത് അതേപോലെ തന്നെയായിരുന്നു ഹൃദയത്തിലും. വിനീതേട്ടൻ അടിപൊളിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആ റാഗിങ് സീൻ ഒന്നുകൂടി കാണിക്കോ? അയ്യോ, കഠിനമാണല്ലോ അത്. എന്താടാ കിണിക്കണേ? Thank you so much. In addition, I cordially invite Reverend Dr. Joy Vatoli, CMI, Assistant Professor, Department of Social Work, Christ College, Autonomous Iringalakkuda. വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഫാദർ ഡോക്ടർ വിൽസൺ തറയിലച്ചൻ്റെയും ഡോക്ടർ ജോസ് ആൻ്റണി സാറിൻ്റെയും
ആവേശോജ്വലമായ വാക്കുകളെ തുടർന്നും വളരെ സൗഹൃദപരമായും നിങ്ങളോടൊപ്പം ചേർന്ന് കുട്ടികളോട് ചേർന്നുകൊണ്ട് വളരെ ലളിതമായിട്ടും സംസാരിച്ച് അഭിനയിച്ച സംഗീതിൻ്റെയും വാക്കുകൾക്ക് ശേഷം ഈ സ്റ്റുഡൻസ് മീറ്റിനോട് ചേർന്ന് എനിക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത് ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. നല്ല സൗഹൃദങ്ങളെ എന്താണ് പറയുക നേടിക്കൊണ്ട് തിരിച്ചു പോകണം. ഈ ക്രൈസ്റ്റ് കലാലയത്തിൽ നിങ്ങൾ ഇന്നും നാളെയുമായിട്ട് കഴിഞ്ഞു പോകുമ്പോൾ നല്ല സൗഹൃദങ്ങളെ നേടിക്കൊണ്ടു പോകണം. സാമൂഹ്യ പ്രവർത്തകരായിട്ട് നിങ്ങളായിത്തീരുമ്പോൾ സമൂഹത്തെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ മെനയുന്ന വ്യക്തിത്വങ്ങളാവുക. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ഗുണമേന്മയാണ് ഒരു സമൂഹത്തിൻ്റെ ഗുണമേന്മയെ നിശ്ചയിക്കുന്നത്. ഓരോ വ്യക്തിയും എത്രമാത്രം അപരരെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നവരാണോ അതനുസരിച്ച് സമൂഹത്തെ ബഹുമാനിക്കാനും പ്രകൃതിയെ ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ തുടങ്ങും. പല കോളേജുകളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നു വന്ന നിങ്ങൾ ഇന്നും നാളെയും ഒത്തുചേരുമ്പോൾ നിങ്ങളുടെ കഴിവും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ നേടിയെടുക്കുന്നതും അതുതന്നെയാണ്. നല്ല വ്യക്തിത്വങ്ങളായിട്ട് നിങ്ങളിത് പങ്കുവെക്കുമ്പോൾ നല്ല ഈ കോവിഡ് കാലത്ത് പങ്കുവയ്ക്കപ്പെട്ടിട്ടുള്ള നടത്തപ്പെട്ടിട്ടുള്ള ഓരോ പദ്ധതികളും ഓരോ കോളേജുകളും ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഓരോ പദ്ധതികളും നിങ്ങളുടെ സംസാരത്തിന് വിഷയമാകട്ടെ. അത് നിങ്ങളുടെ ഭാവി ജീവിതം കരുപിടിപ്പിക്കുന്നതിന് കാരണമാകട്ടെ. ക്രൈസ്റ്റ് സോഷ്യൽ വർക്ക് സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടന്ന കൂടെ എന്നൊരു പദ്ധതി കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയട്ടെ. കൂടെ എന്നുള്ള പദ്ധതി ബുദ്ധിവൈകല്യമുള്ള കുട്ടികളുടെ കൂടെ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ക്രൈസ്റ്റ് കോളേജിലെ കുട്ടികൾ ഒപ്പം നിന്നു എന്നുള്ളതാണ്. ഓരോ ബുദ്ധിവൈകല്യമുള്ള കുട്ടികളെയും ദിവസങ്ങളിൽ ഒന്ന് വിളിക്കാനും ഇടയ്ക്കിടെ അവർ പോയി സന്ദർശിക്കാനും അവരുടെ വിശേഷങ്ങൾ അറിയുവാനും അവരുടെ കുടുംബത്തോട് ചേർന്നുകൊണ്ട് അവരുടെ വേദനകളെ ഒപ്പുവാനുമായിട്ട് കണ്ടെത്തിയ സമയങ്ങളാണ് കൂടെ എന്നുള്ളൊരു പദ്ധതി. അത് സമൂഹത്തിലെ വിഷമങ്ങൾ അനുഭവിക്കുന്ന, ദാരിദ്ര്യം കൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്ന, വൈകല്യങ്ങൾ കൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്ന അച്ഛനെയും അമ്മയെയും അവരുടെ കുഞ്ഞിനെയും അടുത്തറിയുന്ന സംഭവമായിരുന്നു. ഞാനിതൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. നിങ്ങളുടെ ഈ പങ്കുവെക്കലുകളിൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധി ഉണ്ടാകട്ടെ, ഒപ്പം തന്നെ അറിവിൻ്റെയും സമൃദ്ധി ഉണ്ടാകട്ടെ. നല്ല വ്യക്തിത്വങ്ങളായിട്ട് രൂപപ്പെടുവാനായിട്ട് 2 ദിനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Father. Next, I would like to invite Dr. K.Y. Shaju, Vice Principal, Christ College, Autonomous, Irnyalakuda, for the felicitation speech. ഹലോ. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, എത്രയും സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ക്രൈസ്റ്റ് കലാലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള മറ്റുള്ള കലാലയങ്ങളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ നേരുന്നു. ഞാനൊരു ഫിസിക്സ് അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ വർക്കിൻ്റെ സിലബസ് എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്ന് മുഴുവൻ കാര്യങ്ങളല്ല, ഒരു 2 കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. ചോദ്യം അധിക പ്രസംഗമാണെങ്കിൽ ക്ഷമിക്കണം. നമ്മൾ പത്രം വായിക്കുമ്പോൾ പത്രത്തിൽ നിന്നും TV നിന്നൊക്കെ ഉള്ള ന്യൂസാണ് എനിക്ക് അറിയണത്. ഇപ്പോൾ നടക്കുന്ന വിഷയം തന്നെ ക്രിമിനൽ സംബന്ധമായ കാര്യമായതുകൊണ്ട് അത്തരം 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇത് നിങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഒരു പത്രവാർത്ത ഇങ്ങനെയാണ്: ഒരു കുറ്റം ചെയ്ത ഒരാളെ പിടിക്കുന്നു. അയാൾ ഒരു വശം മാല മോഷ്ടിച്ച ആളാവാം, അല്ലെങ്കിൽ പോലീസുകാരെ ആക്രമിച്ച ആളാവാം, ഏതെങ്കിലും ഒരു അക്രമത്തിൽ ഒരാളെ കഞ്ചാവ് കടത്തിയ ആളാവാം. ഇവരെ പിടിച്ചു കഴിയുമ്പോൾ ആ വാർത്തയുടെ അടിയിൽ പിന്നെയും വായിക്കുമ്പോൾ നമുക്ക് കാണാം ഇയാൾ 4ഓ 5ഓ കുറ്റങ്ങളിൽ ഓൾറെഡി പ്രതിയാണ് ആൾ. പോലീസ് സ്റ്റേഷനിൽ അയാളുടെ പേരിൽ നിരവധി കേസുകളുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ തുറന്ന് വിടാൻ പറ്റുമോ? അവരെയൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യണ്ടേ? കുറേ കേസുകളുള്ള ഒരാളെ പിന്നെയും ഈ നിരപരാധികളായ നമ്മുടെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ തുറന്നു വിടാൻ പാടുണ്ടോ?
വെറുതെ വഴിയിലൂടെ നടന്നു പോകുന്ന വീട്ടമ്മയുടെ അടിച്ചു വീഴ്ത്തി മാല പൊട്ടി, മാല പോകണമെങ്കിൽ പൊക്കോട്ടേന്ന് വയ്ക്കാം, ആ മാലയല്ലേ പോയുള്ളൂ. പക്ഷെ ഈ വീട്ടമ്മേനെ ആൾ അടിച്ചു വീഴ്ത്തി മാല പറിച്ചു കൊണ്ടു, സ്ഥിരം കുറ്റവാളി. അത്തരത്തിലുള്ള ആളുകളെ തുറന്നു വിട്ടിരിക്കുക, യാതൊരു മോണിറ്ററിങ്ങും ഇല്ല. എന്തൊരു സംവിധാനമാണിത്, നിയമ സംവിധാനം. എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സമാധാനവും നിയമവും ഒക്കെ പാലിക്കുക? ഞാൻ വളരെ അത്ഭുതപ്പെടാറുണ്ട്. ഒരുപക്ഷെ ജയിലുകളിൽ നിന്നൊക്കെ ഒന്നോ രണ്ടോ ഓരോ കുറ്റത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് ഒരു കുറ്റവാളിനെ തുറന്നു വിടുക, വെറുതെ അങ്ങോട്ട് തുറന്നു വിടുക. ഞാൻ മനസ്സിലാക്കിയത് വിദേശത്തൊന്നും അങ്ങനെയല്ല. അവിടെയൊക്കെ അവരെ നിരന്തരമായ കൗൺസിലിങ്ങിലൂടെ, അവരെ ബ്രെയിൻ വാഷിങ്ങിലൂടെ നല്ല ഒരാളായാൽ മാത്രമാണ് അവരെ ജയിലിൽ നിന്ന് പിന്നെ പുറത്ത് വിടുള്ളൂ. ചിലപ്പോൾ നേരത്തെ വിടും, അല്ലെങ്കിൽ കുറച്ചും കൂടെ വൈകിക്കും. കോടതി ഒരു ശിക്ഷ കൊടുക്കുക ചെയ്തതിന്. പക്ഷെ അവരെ അങ്ങനെ വെറുതെ തുറന്നു വിടില്ല. നമ്മുടെ നാട്ടിൽ വെറുതെ തുറന്നു വിടുക, അവൻ വീണ്ടും കുറ്റം ചെയ്യുക, അവനെ സമൂഹം തിരസ്കരിക്കുക. അപ്പം അവന് വേറെ നിവൃത്തിയില്ല. ആൾക്ക് ആകെ ഈ പണി അറിയുള്ളൂ, വീണ്ടും കുറ്റം ചെയ്യും, വീണ്ടും ജയിലിൽ പോവും. ഇതിങ്ങനെ റെക്കറിങ് ആയിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ പിന്നാലെ പോലീസുകാർ കിടന്ന് നടക്കുക. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഈ നിയമ സംവിധാനത്തിൽ തന്നെ ഒരു അടിസ്ഥാനപരമായ അതിൻ്റെ നടത്തിപ്പിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഒരിക്കലും ഒരു കള്ളനെ, ഒരു കുറ്റവാളിയോ മോഷ്ടാവിനെയോ കൊലപാതകിയോ ജയിലിൽ നിന്ന്, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വിഷയമാണെന്ന് തോന്നുന്നു, ഇവരെ കൗൺസിൽ ചെയ്യേണ്ടതും ഇവരെ മനസ്സ് മാറ്റി പുറത്ത് വിടേണ്ടതും സോഷ്യൽ വർക്കുകാരുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള കൗൺസിലിംഗ് ജോലിക്കാരുടെ ചുമതലകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആരും ചെയ്യില്ല. അപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. ഫിസിക്സ് അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. നിങ്ങളുടെ ജോലിയാണത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. പക്ഷെ ഒരിക്കലും സാറ് പറഞ്ഞ ചാൾസ് ശോഭരാജിൻ്റെ പോലെ ആളെ കൗൺസിൽ ചെയ്യാൻ പോയ പോലെ ആളാവരുത്. അറിയാലോ, ആളെ കൗൺസിൽ ചെയ്യാൻ പോയ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകയോ ആളെ വിവാഹം കഴിച്ചു അവസാനം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കള്ളന്മാർ അത്രയ്ക്കും മിടുക്കന്മാരായിരിക്കും, നിങ്ങളെക്കാൾ മിടുക്കന്മാരായിരിക്കും. ഓക്കെ. അതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടും ആധാറും അല്ല പാൻ നമ്പറും ബന്ധിപ്പിക്കാൻ പറഞ്ഞാൽ ഉടനെ അതിനെ എതിർക്കുക ആൾക്കാർ. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇതിനെ എതിർക്കണേന്ന്. ആധാറും പാനും ലിങ്ക് ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ അവിടെ എതിർക്കുക. ഇലക്ഷൻ ID കാർഡും ആധാറും ലിങ്ക് ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ എതിർക്കുക. ഈ എതിർക്കണത് എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് യാതൊരു എതിർപ്പുമില്ല, എൻ്റെ എല്ലാം തമ്മിൽ ലിങ്ക് ചെയ്തോട്ടെ. കാരണം ഞാൻ ഒരു കുറ്റവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് 2 സ്ഥലത്ത് പോയി വോട്ട് ചെയ്യണ്ട, ഒരു സ്ഥലത്ത് ചെയ്താൽ മതി. എല്ലാം ബന്ധിപ്പിച്ചോട്ടെ. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമെന്ന് കരുതി, എന്തും പറയാനുള്ള അവകാശം ഉണ്ടെന്ന് കരുതി എല്ലാത്തിനും അങ്ങോട്ട് എതിർക്കുക. മിണ്ടാതിരിക്കല്ല, എതിർക്കുക, പരസ്യമായിട്ട് എതിർക്കുക. ആധാറും പാനും ഇലക്ഷൻ ID കാർഡും ഒന്നും ലിങ്ക് ചെയ്യാൻ പറ്റില്ല അത്ര. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഇതാണ്. ഈ കള്ളനും മനുഷ്യ അവകാശം വേണോ വേണ്ടേ? കള്ളന് ഹ്യൂമൻ റൈറ്റ്സ് വേണോ? അല്ലെങ്കിൽ ഒരു കുറ്റവാളി എന്ന് പറഞ്ഞാൽ മതി, കുറ്റവാളിക്ക് അല്ലെങ്കിൽ ഒരു ക്രോണിക് റിപ്പീറ്റ് ചെയ്യുന്ന കുറ്റവാളിക്ക് മനുഷ്യാവകാശം വേണോ? ഈ അപ്പോൾ ഈ നിരപരാധികളായ നമ്മുടെ അവകാശങ്ങൾ ലംഘിച്ചിട്ടല്ലേ അവൻ കുറ്റവാളി ആവണത്. അപ്പം നമുക്ക് മനുഷ്യാവകാശം വേണ്ടേ? നമ്മളെ ആരാ സംരക്ഷിക്കുക? ഇതിനൊക്കെ ആധുനികമായ മാർഗങ്ങളുണ്ട്. കള്ളന് വേണ്ടി വാദിക്കുന്നവർ ഓർക്കണം, നമ്മൾ നിരപരാധികളാ. ഈ നിരപരാധികളുടെ എല്ലാ അവകാശങ്ങളും ലംഘിച്ചിട്ടാണ് ഈ കള്ളനാവണത്. അവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി വാദിക്കാൻ ഇവിടെ ആളുകളുണ്ട്. അപ്പം ഞാൻ വിഷയതാണ്, കള്ളന് അല്ലെങ്കിൽ ഒരു കുറ്റവാളിക്ക് മനുഷ്യാവകാശം വേണോ? ശരിക്കും മോണിറ്റർ ചെയ്യാൻ പറ്റും. ആധുനിക സംവിധാനത്തിൽ ആളുടെ ഉള്ളിൽ GPS ചിപ്പൊക്കെ പിടിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ കള്ളൻ ഏതി കൂടെയൊക്കെ പോണേന്നൊക്കെ അറിയാം. നമ്മൾ കള്ളൻ്റെ വേറൊരു കാര്യം നോക്കുന്നില്ല, കള്ളൻ എവിടെയൊക്കെ പോകുന്നു, നീ എന്തിനാ അവിടെ പോയെന്നൊക്കെ ചോദിക്കാൻ പറ്റും നമുക്ക്. രണ്ടാമത്തെ വിഷയം, ഒരു 2 മിനിറ്റ് കൂടെ. രണ്ടാമത്തെ വിഷയം ഇതാണ്, പോലീസുകാർക്ക് യൂണിയൻ. ആ യൂണിയൻ്റെ സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. അതാണ് എന്നെ വേദനിപ്പിച്ച ഞെട്ടിപ്പിച്ച വേറൊരു വാർത്ത.
കേരള സർവീസ് റൂൾസ് പ്രകാരം ഗവൺമെൻറ് ജോലിക്കാർക്ക് യാതൊരു രാഷ്ട്രീയ പ്രവർത്തനവും പാടില്ല. കാരണം രാഷ്ട്രീയ പക്ഷപാതം ഉണ്ടായാൽ നമ്മുടെ മുമ്പിൽ വരുന്ന കസ്റ്റമറുടെ രാഷ്ട്രീയം നോക്കിയിട്ടാണ് പിന്നെ തീരുമാനം എടുക്കുക. അതുകൊണ്ട് തന്നെ സർവീസ് ചട്ടങ്ങളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഏത് സർക്കാർ ജീവനക്കാരും പ്രത്യക്ഷമായോ പരോക്ഷമായോ യാതൊരുവിധ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാവണതോ പോലീസുകാർക്ക് യൂണിയൻ. നമ്മളെങ്ങനെയാണ് ഒരു രാഷ്ട്രീയം ഉള്ളതോ ഇല്ലാത്തതോ ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക? പോലീസുകാരെങ്ങനെയായിരിക്കും അവരോട് പെരുമാറുക? ഇത് ആരും ഉദ്ഘാടനം ചെയ്യണേ? മന്ത്രി. അപ്പം ഞാൻ ഇനി പറയണത്, ഇനി ജഡ്ജിമാർക്കും കൂടെ രാഷ്ട്രീയമാക്കിയാൽ മതി. പിന്നെ അവർക്ക് അതും കൂടെ നോക്കിയിട്ട് അങ്ങോട്ട് വിധിക്കാമല്ലോ, ഈ പ്രതിയുടെ രാഷ്ട്രീയം എല്ലാം നോക്കിയിട്ട്. അപ്പം നിങ്ങൾ ചർച്ച ചെയ്യേണ്ട രണ്ടാമത്തെ വിഷയം ഇതാണ്, നീതിന്യായ വ്യവസ്ഥയിൽ അറ്റ്ലീസ്റ്റ് അവിടെ മറ്റുള്ള ജോലിക്കാർ, ഇപ്പോൾ വില്ലേജ് ഓഫീസർക്ക് രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ, അയാളിപ്പോൾ ചെയ്യാൻ പോകുന്ന അപകടം എത്ര ഉള്ളൂ നമുക്കറിയാം, അയാൾക്ക് വലിയ ഡാമേജ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നീതിന്യായ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, പോലീസുകാർ മുതൽ ജഡ്ജിമാർ വരെയുള്ളവർ, അത്തരം ആളുകൾക്ക് രാഷ്ട്രീയം പാടുണ്ടോ? അത് നിരോധിക്കണ്ടേ? ഗവൺമെൻറ് തന്നെ അതിന് മുൻകൈ എടുക്കണ്ടേ എന്നാണ് രണ്ടാമത്തെ വിഷയം. ഇതെൻ്റെ പരിമിതമായ അറിവുകളിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ് ഈ രണ്ട് വിഷയം. നിങ്ങൾ ചർച്ച ചെയ്യണം, തീരുമാനങ്ങൾ എടുക്കണം, അഭിപ്രായങ്ങൾ ഉണ്ടാവണം. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവണം, തീരുമാനങ്ങൾ എടുക്കണം. നിങ്ങളെ ഈ ഇത്തരത്തിലുള്ള കോൺഫറൻസ് നിങ്ങൾ അതിന് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എന്നെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. യെസ്, വൈ നോട്ട്? ഓക്കെ, താങ്ക് യു. എനിക്ക് ചോദ്യം മനസ്സിലായി. ഇതിന് ഉത്തരം എന്നേക്കാൾ കൂടുതൽ സോഷ്യൽ വർക്ക് അധ്യാപകരായിരിക്കും പറയുന്നത്. ഞാൻ ചുരുക്കി പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ BSW അല്ലെങ്കിൽ MSW കഴിഞ്ഞിട്ട് ഈ കൗൺസിലിംഗ് കൂടെ ഒരു കരിയറായി സ്വീകരിച്ച് നിങ്ങൾക്കൊരു ജോലി സാധ്യത കൂടെ വരട്ടെ എന്ന് കരുതി കൂടിയാണ് ഞാൻ നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞത്. സർക്കാരും ഒക്കെ അത് നിങ്ങളെ പോലെയുള്ള ആളുകളിലൂടെ വേണം അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ. അതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഈ നിരപരാധിയായ ആളുകളെ ജയിലിൽ പിടിച്ചിടുന്ന അങ്ങനെ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ കുട്ടി പറഞ്ഞ പോലെ 15 വയസ്സിലൊരു കുട്ടി തെറ്റ് ചെയ്തു പോയി. എൻ്റെ അഭിപ്രായത്തിൽ ഏത് കുറ്റവാളിയാണെങ്കിലും ഒരു പ്രാവശ്യം ക്ഷമിക്കാൻ പാടുള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം ക്ഷമിക്കില്ല. അത് നമ്മൾ കോളേജിലായാലും അങ്ങനെയാണ്. കുട്ടികൾ എന്തെങ്കിലും കുറ്റം ചെയ്താൽ ഒരു പ്രാവശ്യം നമ്മൾ ക്ഷമിക്കും. കാരണം അത് ഒരു മാനുഷികമായിട്ട് ഒരു പ്രാവശ്യം. പക്ഷെ പിന്നെ റിപ്പീറ്റ് ചെയ്താലോ ആരും ക്ഷമിക്കാൻ പാടില്ല. അവന് തക്കതായ കൗൺസിലിങ്ങോ എന്തോ നടപടികൾ സ്വീകരിക്കണം. ഞാനിതിൽ എക്സ്പെർട്ടല്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരായിട്ട് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെർട്ടായിട്ടുള്ള അധ്യാപകരായിട്ട് ഇത്തരം കാര്യങ്ങൾ സംവദിക്കണം, അഭിപ്രായം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്കിതിൽ കൺക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ വേറൊരു വിഷയം, ഫിസിക്സ് ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതാണ് ഇതിൻ്റെ ഫൈനൽ വേർഡ് എന്ന് ഞാൻ പറയാം. പക്ഷേ എനിക്കിതിൽ വിഷയത്തിൽ ഞാൻ രണ്ട് ടോപ്പിക്ക് അവതരിപ്പിച്ചു എന്നുള്ളൂ. ഇനി നിങ്ങൾ അത് ചർച്ച ചെയ്ത് പിന്നീട് തീരുമാനിക്കാം. താങ്ക് യു. Thank you, sir. Next, I invite Dr. B.P. Aravinda, Dean of Humanities, Physical Education and Language, to hand over the memento as our token of love to Dr. Jose Anthony. Thank you. Next, I invite Mrs. Rosemary T. George
to hand over the memento as our token of love to Mr. Sangeet Pratap. Moving on, I would like to invite Dr. B.P. Aravinda, Dean of Humanities, Physical Education and Language, Christ College, for the felicitation address. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, മറ്റു വിവിധ കലാലയത്തിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഡെലിഗേറ്റ്സ്, ഞാൻ 1 അല്ലെങ്കിൽ 2 മിനിറ്റ് എടുക്കാം. ആദ്യമായി സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലെ 2 ദിവസത്തെ ഈ സെമിനാറിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. രണ്ടാമതായി, എൻ്റെ 32ാമത്തെ കൊല്ലത്തെ കേരളത്തിൻ്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ സോഷ്യൽ വർക്ക് പഠിക്കാൻ വളക്കൂറുള്ള മണ്ണാണ് കേരളം. ഇത് കേരള ജനതയ്ക്കറിയാം. കേരളത്തിലെ ഒരുപക്ഷെ എല്ലാ രീതിയിലുള്ള സാമൂഹ്യ ഇടപെടൽ, മനുഷ്യ സ്നേഹം, മറ്റുള്ള ആളുകളോടുള്ള കൂറ്, ഇത് ദൈനംദിനമായി വെച്ച് പുലർത്തുന്ന ഒരു സമൂഹമാണ്. ഇവിടെ അല്ലാതെ വേറെ എവിടെയും സോഷ്യൽ വർക്ക് പഠിക്കാൻ പറ്റില്ല. അത്രയധികം സോഷ്യൽ വർക്കിന് വളക്കൂറുള്ള ഒരു മണ്ണാണ് കേരളം. അപ്പോൾ ഇവിടെ ഭാഗ്യം കിട്ടിയ നിങ്ങൾക്ക് ഈ തീർച്ചയായിട്ടും സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ, സോഷ്യൽ വർക്ക് മേഖലയിൽ നിങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കുമെന്ന് ഞാൻ ആശംസിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ആളുകൾ 28 കൊല്ലം ജയിലുവാസം അനുഭവിച്ച നെൽസൺ മണ്ടേല ഉത്തരം പറയും. സോഷ്യൽ വർക്കിൻ്റെ, അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ, അതുപോലെ തഴക്കപ്പെട്ട അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ട ജനസമൂഹത്തിൻ്റെ അവകാശവും അതിൻ്റെ ഉദാത്തമായ ഉദാഹരണങ്ങളിൽ പെടുന്ന ഓരോരുത്തരാണ് നെൽസൺ മണ്ടേല പോലെയുള്ള ആളുകൾ. യാസർ അറാഫത്ത് ഒരു രാജ്യമില്ലാത്ത രാജ്യത്തിന് വേണ്ടി പൊരുതുന്ന നേതാവായിരുന്നു യാസർ അറാഫത്ത്. പൂലൻ ദേവി ഏറ്റവും കൂടുതൽ കഷ്ടനഷ്ടം, അതുപോലെ പീഡനങ്ങൾ അനുഭവിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തിയ ഒരു സ്ത്രീയാണ് പൂലൻ ദേവി. അവരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് മനുഷ്യാവകാശത്തിൻ്റെ എല്ലാ തലങ്ങളും പറഞ്ഞു കൊടുക്കും. അത് നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ വേദനയാണ്, അത് അവരുടെ യാഥാർത്ഥ്യം. അവരെ പഠിച്ചുകൊണ്ട് വേണം സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കാൽവയ്പ് നടത്താൻ. അവരെ ഒരിക്കലും മറക്കാൻ പാടില്ല. അങ്ങനെ നന്നായിട്ടുള്ള അനവധി ദേശീയ തലങ്ങളിൽ വന്നിട്ടുള്ള നേതാക്കളുണ്ട്. ആ നേതാക്കൾ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച വേദന, പീഡനത്തിൻ്റെ പരമായിട്ട് ജയിലിൽ അനുഭവിച്ചിട്ടുണ്ടാവും. അവർ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനവർ സമൂഹത്തോട് ചേർന്ന് നിന്ന് പിന്നീട് പ്രവർത്തിച്ച ഒരുപാട് ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you, sir, for your words. See, just to make a clarification on this, expressions of our opinions and making reflections on the theme which you are deliberating basically with. The very meaning of the word metanoia is dependent upon the possibility of a conversion with any type of a criminal. It is there. Maybe a very hardcore criminal, a perpetual criminal, or a habitual person who has got a habit of committing crime. There is a possibility to come back and get rectified with. So absolutely we believe in the rights of a person who happened to commit a crime. They have. Irrespective of the caste, creed, color, behavior, religion, locale of the existence, birth, and any discriminatory criteria, we believe and
we uphold the right of a human being who is born on earth as a dignified person. The very first semester of your professional educational process in the philosophy of social work, you learn and you commit yourself that we believe in the dignity of a human being irrespective of the situation he or she is at present. So believe in that. Stand for that. Make your voice for that. That doesn't mean that we are sacrificing or compromising the common general or the common community for anybody's discretion. No. There are systems to rectify them. There are systems to control them. We agree with that. And we are a part of it. We are doing a research program in our university department along with the Correctional Social Justice Department of Kerala. And that is primarily working on correctional pluralism with probationary system. Probation is a system that is existing in the social justice order or in the social justice system where a person is getting an opportunity to get socialized with the social order and get himself or herself rectified. There are different human beings with different lifestyles, different problems, but they too have dignity. They may not have intelligence. They may not have the so-called puritanic behavior. They may not be white. They may not be rich. They may not be male. They may not be young. They may be from the aboriginal situation. They may be from the slums. But we believe that they have the dignity to live. Social worker, as a profession, as a discipline, we believe and uphold and we commit ourselves to be the voice of the voiceless, to be the voice of the muted, to be the representatives of the people who have no representation in the social order, to be the spokesman of a community or a generation of a flock of people who doesn't have somebody to represent them. I've seen an Australian movie, The Mute. There is The White Ants, that's a movie. And then there is a character, the Mute. The name of the character is Mute. Mute is the last person in a tribal habitat. There is absolutely no other tribe in that habitat. He had a very broad forest area as his own habitat. But there was nobody to support, nobody with him. Finally, a multinational corporate have decided to acquire that land. They made records, documents to claim that this big forest area belongs to that corporates. They suited a case in the court. Court started hearing that. Arguments came in. Court asked for proof. This tribe have no proof. He has absolutely nothing to prove that this is my heritage. This is my homeland. And he has no voice. He has no language because he has not talked with anybody for centuries now or maybe decades now. Nobody was there. He is alone. He is muted. He has no voice. He has no identity. He has no space. He has no place. He has no religion. He has no language. He has no dreams. He has nobody to take care of him. Finally, the judge has decided to bring him to the court and listen to him, but he was a mute. He brought different tribals to listen to him and speak for him. And finally, the judge made the judgment, the verdict, on the basis of the proof. Proof is in support with the corporates. And finally, he loses his habitat. He screams in the court. He breaks out in the court. He makes so many noises. Nobody listened to that. Nobody understand that. Because there was nobody to voice for him. Nobody to represent him. Nobody to take care of his dignity. Nobody to take care of his right. So I very strongly appeal and I really salute the responses that social work believes in the dignity of human being. Not only of human being. I don't speak of human rights now. Because human rights are rights from whom? Are they from the nature? Are they from the mountains? Are they from the rivers? Are they from the trees? No. Human rights are rights from human beings. So it's not human rights. We all have rights. Mountains have rights. Rivers have rights. Trees have rights.
Air has rights. So we have to think in that line. It's not anthropocentric, it's not human-centered. We have to be eco-centric. That's why we believe in co-building with the new eco-social world. We are a part of the ecosystem, not other than that. So it's always good and believe that you are representing the voiceless, the muted. Maybe people in the present. Strongly stand by. Thank you and salute your responses. Thank you, sir. Now we are moving to the end of the inaugural ceremony. I call upon Ms. Jaina Thomas, Student Coordinator, Zravas 2K22. I would maintain that thanks are the highest form of thought, and that gratitude is happiness, doubled by wonder. It's an honor to have been asked to offer a vote of thanks on this occasion. On behalf of Department of Social Work, Christ College Autonomous Irunalakuda, I extend my gratitude towards all of you. First of all, I would like to thank Reverend Dr. Wilson Tarail, CMI, Director Self-Financing Program, Christ College Irunalakuda, for your concerned support and valuable words. Thank you, Father. Now, I would like to thank Dr. Jose Anthony, HOD of Department of Social Work, Sri Shankaracharya University of Sanskrit, Kaladi. Thank you, sir. Next, I would like to thank our chief guest, Mr. Sangeet Pradap, for making this occasion more vibrant and colorful. Thank you, dear Sangeet. I would like to thank Reverend Joy Vatoli, CMI, Assistant Professor, Department of Social Work, Christ College, Irunalakuda. Thank you, Father. Next, I would like to thank Dr. K.Y. Shaju, Vice Principal of Christ College, and Dr. B.P. Arvinda, Dean of Humanities, Physical Education and Language. Thank you, sir. I would like to thank Ms. Rosemary T. George, HOD of Social Work Department, Christ College, Irunalakuda, for your support and guidance. Thank you, ma'am. I would like to thank Mr. Saijit N.S., Assistant Professor, Department of Social Work, Christ College, Irunalakuda, for welcome address. Thank you, sir. Apart from all this, I would like all the faculty members, coordinators, and my dear friends, those who equally work for the great success of this function. Last but not least, I would also like to thank dear participants for your wholehearted support and participation for making this event worthy. Once again, I thank everyone for your support and presence. Thank you. Thank you so much. With this, we are concluding our inaugural session. Thank you all. Thank you so much. On behalf of Social Work Department, Christ College Autonomous Irunalakuda, I request all the participants to be in the auditorium for the second plenary. Before that, for your kind attention,